ഇവിടെ നീങ്ങുന്നു. എൻ്റെ ഇത് അന്ന ജിൻസി, വീട് പറപ്പൂര്. എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേര് കൊച്ചു ത്രേസ്യ. എൻ്റെ അമ്മച്ചിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച തിരിഞ്ഞ് ചെറിയ തലകറക്കും ക്ഷീണവും അനുഭവപ്പെട്ടു. അതിന് ശേഷം അമ്മ സംസാരത്തിൽ ചെറിയ വ്യത്യാസം അനുഭവപ്പെട്ടു. പക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എന്ത് പന്തികേട് തോന്നി. അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് അമ്മയെ കൊണ്ടുപോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. പക്ഷേ അമ്മയും അപ്പനും ചേട്ടനും സമ്മതിച്ചില്ല. ഉറങ്ങി എണീറ്റാൽ അമ്മ ശരിയാവുമെന്ന് പറഞ്ഞു. ആത്മാഭിഷ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കൊണ്ടുപോകാൻ സമ്മതിച്ചു. അമലിലേക്ക് കൊണ്ടുപോകാനാണ് എൻ്റെ ഉള്ളിൽ തോന്നിച്ചത്. അവിടെ പോയാൽ വെറുതെ ടെസ്റ്റുകൾ നടത്തി സമയം പണം നഷ്ടമാകുമെന്ന് പറഞ്ഞ് അടുത്തുള്ള ക്ലിനിക്കിലേക്ക് അവർ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ അമ്മയ്ക്ക് ബലക്കുറവൊന്നും വന്നിട്ടില്ല, ഇത് സ്ട്രോക്കൊന്നുമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി തള്ളി. ഞാൻ തിരികെ വരാൻ കൂട്ടാക്കിയില്ല. അമലയെ കൊണ്ടുപോകാൻ വീണ്ടും പറഞ്ഞു. പക്ഷേ അവർ പിന്നെ കൊണ്ടുപോയത് ഓളയിൽ കിടക്കുന്ന ചന്ദ്രമതി ഹോസ്പിറ്റലിലേക്കാണ്. അവിടുത്തെ ഡോക്ടറോട് ഇത് സ്ട്രോക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചേട്ടനെ വിളിച്ചുകൂടെ സ്കാൻ ചെയ്യാൻ പറ്റില്ല, ഒന്നെങ്കിൽ അമലിയിലേക്കോ അല്ലെങ്കിൽ ജൂബിലിയിലേക്കോ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അമലിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഞാൻ ആത്മമഹിഷമായോട് പ്രാർത്ഥിച്ചിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അമലയിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ബലക്കുറവ് വരാത്തതുകൊണ്ട് അവർക്ക് സ്ട്രോക്കായിട്ട് തോന്നിയില്ല. അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തി പ്രതിയൊന്നും കുഴപ്പമൊന്നും കാണാതെ വന്നപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് അക്യൂട്ട് സ്ട്രോക്ക് ആയിരുന്നു. ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവുള്ളപ്പോൾ റൈറ്റ് സൈഡിലെ ക്ലോട്ടിങ് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. 3 ദിവസം ഐസിയുവിലായിരുന്നു. കയ്യിനും കാലിനും തളർച്ചയില്ലാതെ സംസാരശേഷിക്ക് കുഴപ്പമില്ലാതെ തിരിച്ചു വന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ആത്മവിഷ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ എൻ്റെ അമ്മച്ചി കൊച്ചറീസയ്ക്ക് അതൊരു കുഴപ്പമില്ല തിരിച്ചു വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധ പരമകാര ദിവ്യകാരത്തിനെ നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ആത്മാഭിഷ മാതാവിനെ സാക്ഷ്യം ഞാൻ നന്ദിയും പറയുന്നു. ഈ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അരങ്ങം അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.